എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മളെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്നുള്ളതാണ്. പലർക്കും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്. വളരെ സിമ്പിളാണിത്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മളെ അക്കൗണ്ടന്മാർ തന്നെ പലപ്പോഴും ഇത് കോംപ്ലിക്കേറ്റ് ആക്കാറുണ്ട്. എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം 3 തരത്തിലുള്ള അക്കൗണ്ട്സ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് റിയൽ അക്കൗണ്ട്, 2 നോമിനൽ അക്കൗണ്ട്, 3 പേഴ്സണൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട്, 3 പേഴ്സണൽ അക്കൗണ്ട്. അതായത് റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, ഇങ്ങനെ 3 വിധത്തിലുള്ള അക്കൗണ്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഓരോന്നിലും ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് റിയൽ അക്കൗണ്ടിൽ എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്ന് നോക്കാം. റിയൽ അക്കൗണ്ട്സിൽ ഡെബിറ്റ് റൂൾ എന്താണ്, ക്രെഡിറ്റ് റൂൾ എന്താണ് നമുക്ക് നോക്കാം. റിയൽ അക്കൗണ്ട് പ്രകാരം ഡെബിറ്റ് എന്ന് പറയുന്നത്, റിയൽ അക്കൗണ്ടിൽ ഡെബിറ്റ് റൂൾ എന്ന് പറയുന്നത് വാട്ട് കംസ് ഇൻ, എന്താണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. വാട്ട് കംസ് ഇൻ, എന്താണോ നമ്മുടെ അടുത്തേക്ക് വരുന്നത്, വാട്ട് കംസ് ഇൻ, അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫർണിച്ചർ പർച്ചേസ്ഡ് എന്ന് പറയുമ്പോൾ ഫർണിച്ചർ നമ്മുടെ അടുത്തേക്ക് വരുന്നു. പർച്ചേസ്ഡ് ഗുഡ്സ്, അപ്പോൾ സാധനം നമ്മുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ പർച്ചേസിന് നമ്മൾ എന്ത് ചെയ്യണം, ഗുഡ്സിന് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണോ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യണം എന്നാണ് റിയൽ അക്കൗണ്ടിൽ പറയുന്നത്. ഇനി റിയൽ അക്കൗണ്ടിൽ എന്താണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്, വാട്ട് ഗോസ് ഔട്ട്, നമ്മൾ എടുക്കുന്നത് എന്താണോ പോകുന്നത് അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് റിയൽ അക്കൗണ്ടിൽ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാഷ് പെയ്ഡ്, അപ്പോൾ ക്യാഷ് നമ്മുടെ അടുത്ത് പോയി, അപ്പോൾ എന്ത് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണോ നമ്മുടെ അടുത്തേക്ക് നമ്മളിൽ നിന്ന് പോകുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യണം, എന്താണോ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യണം. അതാണ് റിയൽ അക്കൗണ്ടിൻ്റെ റൂള്. അപ്പോൾ റിയൽ അക്കൗണ്ട് മനസ്സിലായെന്ന് കരുതുന്നു. വാട്ട് കംസ് ഇൻ ഡെബിറ്റ് ചെയ്യണം, വാട്ട് ഗോസ് ഔട്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോമിനൽ അക്കൗണ്ട് പ്രകാരം എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്ന് നമുക്ക് നോക്കാം. നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരം നോമിനൽ അക്കൗണ്ടിൽ ഡെബിറ്റ് എന്ന് പറയുന്നത്, നോമിനൽ അക്കൗണ്ടിൽ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ദ എക്സ്പെൻസസ് ആൻഡ് അസറ്റ് ഡെബിറ്റ്, എല്ലാ ചെലവുകളെയും എല്ലാ ആസ്തികളും അസറ്റും അതിനെ എന്ത് ചെയ്യണം, നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസിനെയും ഡെബിറ്റ് ചെയ്യണം, ആസ്തികളെയും ഡെബിറ്റ് ചെയ്യണം. ഇപ്പം സ്റ്റേഷനറി പർച്ചേസ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി എക്സ്പെൻഡിച്ചറാണ്, അപ്പോൾ സ്റ്റേഷനറി എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. സാലറി പെയ്ഡ്, സാലറി എന്ന് പറയുന്നത് എന്താണ്, ചെലവാണ്, അപ്പോൾ സാലറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നോമിനൽ അക്കൗണ്ട് പ്രകാരം ഓൾ ദ എക്സ്പെൻസസ് ഓർ അസറ്റ് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരം ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഓൾ ദ ഇൻകംസ് ആൻഡ് ലാബിലിറ്റി ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് എന്താണ്, ഇൻകമാണ് അല്ലെ. ഇൻട്രസ്റ്റ് റിസീവ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഇൻകമാണ്. അപ്പോൾ ഇൻട്രസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി 3ാമത്തെ അക്കൗണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട് റൂള് പ്രകാരം ആരെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ആരെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഹു ഈസ് ദ റിസീവർ, ആരാണോ റിസീവ് ചെയ്യുന്നത് അവരെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ റെഗുലറായിട്ട് ഇപ്പോൾ ഒരു റെൻ്റൊക്കെ നമ്മളൊരാൾക്ക് പേ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. അയാളെ നമ്മൾ എന്ത് ചെയ്യുക, അയാളുടെ ഡെറ്ററായിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൻ്റെ വാടക കൊടുക്കുന്ന ഒരാളുണ്ട്, അയാളുടെ പേര് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാജേഷ് എന്നാണ് അയാളുടെ പേരെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം ഡെറ്റർ എന്ന് പറയുമ്പോൾ രാജേഷ് ഓർമ്മിച്ചോളൂ. കാരണം രാജേഷ് ഞാൻ എന്താ ചെയ്യുന്നത്, രാജേഷ് റെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാജേഷ് ആരാണ്, റിസീവറാണ്. അപ്പോൾ ഹൂ ഈസ് ദ റിസീവർ, പേഴ്സണൽ അക്കൗണ്ട് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഹൂ ഈസ് ദ ഗിവർ, ആരാണോ കൊടുക്കുന്നത് അയാൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പേഴ്സണൽ അക്കൗണ്ട് റൂൾ പ്രകാരം പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വളരെ ചെറിയ ഒരു ഇതേ പഠിച്ചിട്ടുള്ളൂ. റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം ആരെയാണ് ഡെബിറ്റ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എക്സാമ്പിൾ സഹിതം നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.